ഇന്ത്യക്ക് പുറത്തൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് ജോലി അന്വേഷിച്ച് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരാൾ നമ്മളുടെ റെസ്യൂമെ പ്രിപ്പറേഷൻ ക്ലയൻ്റ് ആയിട്ട് വന്നിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക്. സോ അദ്ദേഹത്തിൻ്റെ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടീമിനെ കുറച്ചധികം പണിയെടുക്കേണ്ടി വന്നിരുന്നു. സോ അതിനെപ്പറ്റി ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ പറഞ്ഞ പെർട്ടിക്കുലർ വ്യക്തിക്ക് കുറച്ചധികം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, സ്വന്തമായിട്ടുള്ള ബിസിനസ്സും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബിസിനസ്സിലേക്ക് എത്തിയ ഒരു സ്റ്റേജിൽ ഇതിന് മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനങ്ങളിൽ നിന്നും എക്സ്പീരിയൻസ് ലെറ്റർ വാങ്ങാൻ സാധിച്ചില്ല പുള്ളിക്ക്. മാത്രമല്ല ആ ഒരു സമയത്ത് പ്രോബബിളി ഇനിയിപ്പോൾ ബിസിനസ്സിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ മറ്റ് ഡോക്യുമെൻറ്റ്സിനൊന്നും ആവശ്യമില്ല എന്നുള്ളൊരു തോന്നലിലേക്കൊക്കെ പോയിട്ടുണ്ടാവാം. സോ വാട്ട് ഹാപ്പൻഡ്, റെസ്യൂമെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്താണ് ആൾ പറയുന്നത് ഇന്ന എക്സ്പീരിയൻസിനൊന്നും നമുക്കൊരു ഡോക്യുമെൻ്റ് പ്രൂഫ് കാണിക്കാനായിട്ട് കയ്യിലില്ല, കുറച്ച് പഴയതാണ് എന്നൊരു പ്രശ്നം പറഞ്ഞത്. ഇങ്ങനെയുള്ളൊരു ഇഷ്യൂ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് കുറച്ചധികം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. അതായത് 2015 മുതൽ 2016 വരെ വർക്ക് ചെയ്തൊരു സ്ഥാപനമുണ്ട്, ആ സ്ഥാപനം പൂട്ടിപ്പോയി, ഇപ്പോൾ നിലവിൽ ആ കമ്പനിയേ ഇല്ല, അതുകൊണ്ട് ഇപ്പോഴാണെങ്കിലും നമുക്ക് അവിടെ പോയി ലെറ്റർ കളക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഇല്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ പലരും പറയാറുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ജനറലി ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, എന്ത് ജോലി ആയിക്കോട്ടെ, നിങ്ങളൊരു പ്യൂണോ സെക്യൂരിറ്റിയോ വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനത്തെ ഏത് ഒരു സീനിയോറിറ്റി ലെവലോ അല്ലെങ്കിൽ പ്രൊഫൈലോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജോലിക്ക് കയറുമ്പോൾ ഒരു ഓഫർ ലെറ്റർ വാങ്ങുക. നിങ്ങളെ ആ സ്ഥാപനത്തിൽ ഇന്ന ഡെസിഗ്നേഷനിലേക്ക് ഇന്ന ദിവസം മുതൽ അപ്പോയിൻറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ശമ്പളം ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞ് ബേസിക് ആയിട്ടുള്ള പോളിസീസ് ഒക്കെ വെച്ചിട്ട് അവരൊരു ഓഫർ ലെറ്റർ തരും. അത് കിട്ടിയില്ലെങ്കിലും ചോദിച്ച് മേടിക്കുക. കാരണം ലീഗലി നിങ്ങൾ അവരുടെ ഒരു എംപ്ലോയി ആയി മാറുന്നു എന്നുള്ളതിൻ്റെ പ്രൂഫാണത്. നാളെ നിങ്ങൾക്കൊരു ദിവസം ശമ്പളം കിട്ടാതെ വരികയോ നിങ്ങളെ ഒരു ദിവസം പെട്ടെന്ന് ജോലിയിൽ നിന്ന് പുറത്താക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്ക് കയ്യിലുണ്ടാവുന്ന പ്രൂഫ് എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഓഫർ ലെറ്ററാണ്. രണ്ടാമത്തെ കാര്യം, ശമ്പളം എപ്പോഴും ബാങ്ക് ത്രൂ വാങ്ങുക. പല സ്ഥാപനങ്ങളും ക്യാഷായിട്ട് സാലറി പേ ചെയ്യുന്നത്, അത് പ്രത്യേകിച്ച് ചെറിയ എമൗണ്ടിന് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനൊക്കെ ക്യാഷായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടാവും. സോ അതും ഒഴിവാക്കുക. അപ്പോഴും നമുക്കൊരു പ്രൂഫില്ല നമ്മൾ അവിടെ എംപ്ലോയിഡ് ആണെന്നുള്ളത്. ഓഫർ ലെറ്റർ വന്നിട്ട് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ അവർ നമ്മളെ പറഞ്ഞു വിട്ടു എന്നങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നോ പ്രൂഫ്. സോ ഓഫർ ലെറ്ററും ബാങ്ക് ത്രൂ ഉള്ള സാലറിയും നമ്മളെപ്പോഴും മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യുക. അത് നമ്മളുടെ ഒരു അവകാശമാണ്. കാരണം നാളെ നമുക്ക് പലതരത്തിൽ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഒരു കാര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ. സോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു സ്ഥാപനത്തിൽ നിന്നും റിസൈൻ ചെയ്ത് പോരുന്ന സമയത്ത് ഒരു എക്സ്പീരിയൻസ് ലെറ്റർ വാങ്ങുക എന്നുള്ളത്. ചില സാഹചര്യങ്ങളിൽ എക്സ്പീരിയൻസ് ലെറ്റർ വാങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ കിട്ടാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവാം തീർച്ചയായിട്ടും. ഒന്നിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു, ഇനിയിപ്പം ഞാനൊരു ജോലിക്ക് പോകാൻ പ്ലാനില്ല, എനിക്ക് ബിസിനസ്സാണ് ഇനി എൻ്റെ ഒരു പ്ലാൻ എന്നുള്ളത് കൊണ്ട് വിചാരിച്ചു പോയി. പക്ഷേ ഇനി കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും ജോലിയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഇനി വീണ്ടും പോയിട്ട് എക്സ്പീരിയൻസ് ലെറ്റർ വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവിടുന്ന് നല്ല ടേംസിലല്ലാണ്ട് അവിടുന്ന് ഇറങ്ങിപ്പോരുന്നു, നിങ്ങൾ നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യാതിരിക്കുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ ഫയർ ചെയ്യുന്നു, പല റീസൺസ് ആവട്ടെ. സോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ലെറ്റർ കിട്ടാതിരിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവും. പൊതുവേ ഈ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ എക്സ്പീരിയൻസ് ലെറ്റർ ഇല്ല എന്നുള്ളൊരു പ്രശ്നം ഉള്ള കാൻഡിഡേറ്റ്സ് റെസ്യൂമെ തയ്യാറാക്കുന്ന സമയത്ത് പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്ത് ചെയ്യണം, ഈ ഒരു എക്സ്പീരിയൻസ് ആഡ് ചെയ്യണോ ഒഴിവാക്കണോ? ഈ ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു നമ്മളുടെ റെസ്യൂമെ സർവീസ് തുടങ്ങിയ കഴിഞ്ഞ 2020 മുതൽ അറ്റ്ലീസ്റ്റ് നിൽക്കുന്ന ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഈ ഒരു സംഗതി ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്, എക്സ്പീരിയൻസ് വെക്കണോ വേണ്ടയോ എന്നുള്ളത്. വെച്ചില്ലെങ്കിലുള്ള പ്രശ്നം അവിടെ ഒരു കരിയർ ബ്രേക്ക് വരും. നിങ്ങൾ ആ സമയത്ത് ഒന്നും ചെയ്തില്ല എന്ന രീതിയിലേക്ക് വരും. അത് നെഗറ്റീവായിട്ട് പോകും. കാരണം ആവശ്യമില്ലാത്തൊരു കരിയർ ബ്രേക്ക് ആയിപ്പോയി. സോ നമുക്കവിടെ പിന്നെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സാഹചര്യം വരും. അതിലും ഭേദം വെക്കുന്നത് തന്നെയാണ്. ഇനി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങൾ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ചോദിക്കുമ്പോൾ അവിടെ സംസാരിക്കുമ്പോൾ വിറയ്ക്കാണ്ട് സ്ട്രോങ് ആയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിപ്പോൾ എന്താണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ലെറ്റർ ഇല്ലാത്തത്, പകരം നിങ്ങൾക്ക് എന്ത് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് സാലറി വന്നത് കാണിക്കാൻ പറ്റുമോ? സോ ഇനി ഒരു നെഗറ്റീവ് റീസൺ കൊണ്ടാണ് അവിടുന്ന് പോകുന്നതെന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എങ്ങനെ കൺവേ ചെയ്യാം? അതായത് അവരെ കുറ്റം പറയാതെയോ, നിങ്ങളുടേതിൻ്റെ ഒരു പ്രശ്നമാണെങ്കിൽ അതിനെ വളരെ നെഗറ്റീവ് അല്ലാണ്ട് അതിനെ ഒരു പ്രോപ്പർ രീതിയിൽ മാനേജ് ചെയ്തൊന്ന് പോളിഷ് ചെയ്ത് പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഫെയർ ഇനഫ്. യൂഷ്വലി കമ്പനികൾ അക്സെപ്റ്റ് ചെയ്തെന്നിരിക്കാം. പിന്നെ ഇതെല്ലാം റിക്രൂട്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാരുടെ HR പ്രൊഫഷണൽസിൻ്റെ അവരുടെ മനോധർമ്മം പോലെ ആയിരിക്കും അവരുടെ ഡിസിഷൻസ് എടുക്കുക. സോ നമുക്ക് ഇങ്ങനെയുള്ള 2 ഓപ്ഷൻസാണ് പൊതുവേ ഉള്ളത്. ഒന്നെങ്കിൽ ഒഴിവാക്കിയിട്ട് അതിനെ കരിയർ ഗ്യാപ്പ് ആയിരുന്നു എന്ന രീതിയിൽ കാണിക്കേണ്ടി വരും,
അതല്ലെങ്കിൽ കൃത്യമായിട്ട് അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇനി നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മറ്റൊരു ഒരു കൺട്രിയിലേക്ക് പോകാനൊക്കെ തുടങ്ങുമ്പം പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മിസ്മാച്ചുകൾ ഉണ്ടാവും എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. സോ നമ്മൾ ആദ്യം പറഞ്ഞ കാൻഡിഡേറ്റിലേക്ക് തിരിച്ചു വരുമ്പം ഈ പെർട്ടിക്കുലർ ആൾക്ക് വളരെ ദീർഘമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ ഇന്ത്യക്ക് പുറത്ത് ഈ പെർട്ടിക്കുലർ റോളിലേക്ക് അപ്ലൈ ചെയ്യുന്ന സാഹചര്യത്തിൽ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള റോളിൽ വേണ്ട ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് അതേപ്പറ്റി നല്ല നോളജ് ഉണ്ട്, വളരെ സെൻസിബിളാണ്, പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ എക്സ്പീരിയൻസ് കൃത്യമായിട്ട് എടുത്ത് പറയാനില്ല, വളരെ ചെറിയൊരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ നെക്സ്റ്റ് ലെവൽ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് താനും. സോ ആ ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒപ്പീനിയൻ നമ്മളെടുത്ത് ചോദിക്കുകയുണ്ടായി. പലപ്പോഴും ആ ഒരു ഭാഗത്ത് പലപ്പോഴും ആൾക്കാർ സ്റ്റക്കാവും, അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ നിരാശരാകും. സോ നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത് അതിന് സൊല്യൂഷൻസ് നോക്കുക. പലതരത്തിൽ നമുക്ക് സൊല്യൂഷൻസ് നോക്കാം. ഇപ്പോൾ ഒന്ന് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തത് എന്തായാലും ഒരു മാസമെങ്കിൽ ഒരു മാസം നമുക്കൊരു ഞങ്ങൾ തന്നെ 1-2 സ്ഥാപനങ്ങൾ റെക്കമെൻഡ് ചെയ്തു. നിങ്ങൾക്ക് അവിടെ ഒരു വേക്കൻസി വെച്ചിട്ട് അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് പോലൊരു എക്സ്പീരിയൻസ് കിട്ടുമോ എന്നും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയുള്ള ടൈമിലാണെങ്കിലും നിങ്ങൾക്ക് പോകുന്നത് വരെ ഉള്ള ടൈമിൽ നിങ്ങൾ എന്നിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ബ്രാൻഡ്. സോ ആ ഒരു ബ്രാൻഡിൽ ആ ഒരു ഫേമിൽ വർക്ക് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുള്ളായിരിക്കാം. അതല്ലാത്ത പക്ഷം ഓൾറെഡി നിങ്ങൾക്ക് ആ ഒരു സ്പെസിഫിക് ഏരിയയിൽ നല്ല നോളജ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്കതല്ലാണ്ട് എങ്ങനെ ഒരു എക്സ്പീരിയൻസ് ടൈലർ ചെയ്ത് മാറ്റിയെടുക്കാം എന്നുള്ളത്. ഒരിക്കലും ഞങ്ങൾ ഫേക്കായിട്ടുള്ള എക്സ്പീരിയൻസിനെ പ്രൊമോട്ട് ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് അതേപ്പറ്റി കാര്യങ്ങൾ അറിയില്ലെങ്കിൽ എക്സ്പീരിയൻസ് വെച്ചതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഇൻ്റർവ്യൂവിൽ എത്തുമ്പോൾ നിങ്ങൾ അവിടെ വെച്ച് താഴെ പോകും. സോ ഇൻ്റർവ്യൂ കോഴ്സ് കിട്ടുക എന്നുള്ളതല്ല, ജോലി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കുക. അപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ആ ഒരു കാര്യത്തെപ്പറ്റി വളരെ ദീർഘമായിട്ടുള്ള വളരെ നല്ല നോളജ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ടൈലർ ചെയ്യാനായിട്ട് സാധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിൽ തന്നെ അദ്ദേഹം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടതിൽ നിന്നൊരു അല്പം വ്യത്യസ്തപ്പെടുത്തി ഈ പറഞ്ഞ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എക്സ്പീരിയൻസ് ട്വീക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെയുള്ള അഡീഷണൽ ആയിട്ടുള്ള ചില എക്സ്പീരിയൻസസ് കാണിക്കാൻ പറ്റി. ഇതൊക്കെ പക്ഷേ അദ്ദേഹത്തിൻ്റെ നോളജ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ എത്തിയാലും മാനേജ് ചെയ്യാൻ പറ്റും. സോ ആ തരത്തിലൊക്കെ നമുക്കിതിനെ സോൾവ് ചെയ്യാൻ പറ്റും. സോ എക്സ്പീരിയൻസ് ഇല്ല അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ലെറ്റർ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും അവിടെ സ്റ്റക്കാവാതിരിക്കുക. ഈ തരത്തിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് പറയാനായിട്ടുള്ളത്. ഫ്രീ റെസ്യൂമെ അഡ്വൈസ് ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റെസ്യൂമെ അയച്ച പല ആൾക്കാർക്കും എനിക്ക് ഫീഡ്ബാക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഒരു ഗ്യാപ്പിന് ശേഷം പഴയ ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഫയൽസ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പം അത് സാധിക്കുന്നില്ല, ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നിങ്ങൾ അങ്ങനെ ഒരാളാണ്, കുറച്ച് കാലം മുമ്പ് റെസ്യൂമെ അയച്ചിട്ട് എനിക്ക് അഡ്വൈസ് തരാൻ പറ്റിയിട്ടില്ലാത്തൊരു കാറ്റഗറി വരുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി നിങ്ങളുടെ ഫയൽ ഒന്നുകൂടി അയക്കുക. ഡെഫിനറ്റ്ലി ഞാൻ ചെക്ക് ചെയ്തിട്ട് ഒരാഴ്ചക്കുള്ളിലൊക്കെ ഒരു ഫീഡ്ബാക്ക് തരാം. ആൻഡ് റെസ്യൂമെ പ്രിപ്പറേഷൻ, മോക്ക് ഇൻ്റർവ്യൂ, ലിങ്ക്ഡിൻ പ്രൊഫൈൽ മേക്ക് ഓവർ, കവർ ലെറ്റർ സർവീസസ് തുടങ്ങിയ സർവീസസ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ എക്സ്പെർട്ട് ടീമിനെ കോൺടാക്ട് ചെയ്യാം. ഓൾറെഡി 3500+ ക്ലയൻസിന് 27 കൺട്രീസിലേക്ക് നമ്മൾ റെസ്യൂമേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ എക്സ്പെർട്ട് ടീം വിൽ ഹെൽപ്പ് യു. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.